രാം നാരായൺ രാം. മെഡിറ്റേഷൻ എന്നത് വളരെ ചെറിയൊരു പദമാണ്, എന്നാൽ നോക്കിയാൽ അതിൻ്റെ അർത്ഥങ്ങൾ വളരെ വലുതാണ്. മെഡിറ്റേഷൻ എന്നതിനെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഇത് മാത്രം വിചാരിക്കുന്നു, 5 മിനിറ്റ് മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത് എന്ന്. പക്ഷേ അത് ശരിയല്ല. മെഡിറ്റേഷൻ്റെ ആഴത്തിലേക്ക് നിങ്ങൾ ഒതുങ്ങുന്നതിൻ്റെ അനുപാതത്തിൽ നിങ്ങളും നിങ്ങളെ അറിയാൻ കഴിയും. നാം മുമ്പ് എപ്പിസോഡുകളിൽ പറഞ്ഞതുപോലെ മെഡിറ്റേഷൻ ഒരു തരത്തിലുള്ള ശബ്ദ ഊർജമാണ്. ഓരോ മനുഷ്യൻ്റെ ഉള്ളിൽ 50,000 കോടി ആത്മാക്കൾ ഉണ്ട്. അവരെ സജീവമാക്കാൻ, സ്വയം ശക്തിമാൻ ആകാൻ, മരിച്ചതിനു ശേഷം മോക്ഷം നേടാൻ ഞങ്ങൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ടത് അനിവാര്യമാണ്. ഇതുവഴി നമുക്ക് ഊർജം ലഭിക്കുന്നു, ശക്തി ലഭിക്കുന്നു. നമ്മുടെ മനസ്സും വിവേചനവും ശക്തി നേടുന്നു. മെഡിറ്റേഷൻ വഴി നമ്മൾ വെറും നമ്മളെയല്ല, പ്രകൃതിയെയും മനസ്സിലാക്കാൻ തുടങ്ങുന്നു. മെഡിറ്റേഷൻ വഴി നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്, വിവേചനത്തിന്, അന്തരാത്മയ്ക്ക് ശക്തി നൽകുന്നു. അവയെ നിങ്ങളുടെ നിയന്ത്രണത്തിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഓരോ മനുഷ്യനും മെഡിറ്റേഷൻ നിർബന്ധമായും ചെയ്യേണ്ടതാണ്. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മഹാഗുരുവിൻ്റെ ബീജമന്ത്രമായ രാം നാരായൺ രാം ജപിക്കുക. നിങ്ങളുടെ ജീവിതം എത്ര സുഖകരമാകുന്നതെന്ന് കാണുക. ഈ ബീജമന്ത്രത്തോടൊപ്പം നിങ്ങൾ ബന്ധപ്പെടുമ്പോൾ നിങ്ങളുടെ ജീവിതം മാറുന്നതാണ്. നിങ്ങളുടെ ജീവിത ലക്ഷ്യം വ്യക്തമായി കാണാൻ തുടങ്ങും. ഈ ബീജമന്ത്രം ജപിക്കാൻ പ്രത്യേക മുദ്ര ആവശ്യമില്ല. നിങ്ങളുടെ ദിവസേന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴും ഇത് ജപിക്കാം. അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇരുന്ന് മനസ്സിൽ ഇത് ജപിക്കാം. സത്സംഗത്തിലൂടെയും നിങ്ങൾ രാം നാരായൺ രാം എന്ന നാമത്തോടൊപ്പം ബന്ധപ്പെടാം. നമ്മൾ എല്ലാവരും മെഡിറ്റേഷനിലൂടെ ഈ ദീർഘായുസ്സ് പ്രാപിക്കുന്നു. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ സ്വയം തന്നെ നമ്മുടെ പാകം കുറയുന്നു. കൂടുതലായി പഠിക്കേണ്ടതില്ല. ഒരിക്കൽ പഠിച്ചാൽ എല്ലാം ഓർക്കാൻ കഴിയും. ഒരു നേരം ഭക്ഷണം കഴിച്ചാൽ അത് മുഴുവൻ ദിവസം പോഷണം നൽകും. മെഡിറ്റേഷൻ ചെയ്യുന്ന വ്യക്തിക്ക് ഈ എല്ലാ ശീലങ്ങളും സ്വാഭാവികമാണ്. മെഡിറ്റേഷൻ കൊണ്ടു നമ്മൾ മനസ്സിൻ്റെ ദാസന്മാരാക്കുന്നു. ഇത് മറ്റുള്ളവർക്കൊന്നും ഹാനികരം ചെയ്യുന്നില്ല. മെഡിറ്റേഷൻ ഒരു ദൈവത്തിൻ്റെ സമ്മാനമാണ്. ഇത് ചെയ്യുന്നതിലൂടെ സമയം വെട്ടിപ്പൊഴിക്കപ്പെടുന്നില്ല, പണം ചെലവാകുന്നില്ല, ഊർജം നഷ്ടമാകുന്നില്ല. മറിച്ച് നിങ്ങളാണ് കൂടുതൽ ഊർജ്ജസ്വലരാകുന്നത്. മെഡിറ്റേഷൻ ചെയ്യുന്ന ഭാവത്തിൽ നിങ്ങളെത്തിയാൽ ഒരു സ്ഥലത്ത് ശാന്തമായി ഇരുത്തി രാം നാരായൺ രാം എന്ന നാമം ജപിക്കുകയും ധ്യാനം തുടരണം. രാം നാരായൺ രാം നാമത്തിൻ്റെ ഏറ്റവും പ്രത്യേകത എന്തെന്നാൽ നിങ്ങൾ ഇത് ജപിക്കാൻ ആരംഭിക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ജപിക്കണമെന്ന് മനസ്സിലാക്കുക മാത്രമാണ്. എന്നാൽ കുറച്ച് സമയത്തിന് ശേഷം ഇത് നമ്മുടെ ശ്വാസങ്ങളോടൊപ്പം ചേരും. നമ്മൾ ശ്വാസമെടുക്കുന്നതുപോലെ അറിയാതെ നമ്മൾ ഈ ബീജമന്ത്രം ഓരോ ശ്വാസത്തോടും ജപിക്കുന്നു. മനസ്സിൽ ജപിക്കാൻ തുടങ്ങുന്നു. മനസ്സിൽ അറിഞ്ഞും അറിയാതെ രാം നാരായൺ രാം